യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഓർമ്മിക്കുക, മിശിഹ തന്റെ രക്ഷാകര ദൗത്യം നിർവഹിച്ചത് സത്യത്തിന്റെ പ്രഘോഷണം വഴിയായിട്ടായിരുന്നു. എതിർസ്ഥാനത്ത് കടന്നുവരുന്ന തിന്മയുടെ ശക്തി തന്റെ അധികാരം പ്രകടമാക്കുന്നത് പ്രഘോഷണ മേഖലയിലാണ്. ദൈവത്തെയും സ്വർഗത്തെയും സ്വർഗവാസികളെയും ദുഷിച്ചു പറഞ്ഞും സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും അവതരിപ്പിക്കുന്നു. സുവിശേഷ സത്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും സഭാപ്രബോധനങ്ങളെ നിരാകരിച്ചുകൊണ്ടും സാത്താൻ നുണ പ്രചരിപ്പിക്കും. സുവിശേഷത്തിന് എതിര് നിൽക്കുന്നതും എന്നാൽ പ്രത്യക്ഷത്തിൽ സുവിശേഷത്തിന് സമാനമെന്ന് തോന്നുന്നതും ഏവർക്കും സ്വീകാര്യവുമായ എതിർ സുവിശേഷം പോലും അവതരിപ്പിക്കപ്പെടും. അനേകർ അതിന്റെ വക്താക്കളാകും. സത്യം എന്തെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം സത്യത്തിന്റെ വായ മൂടിക്കെട്ടും. സത്യം പ്രഘോഷിക്കേണ്ടവരുടെ അധരങ്ങൾ തന്നെ സാത്താൻ വിലക്കെടുക്കും. അവരിലൂടെ അസത്യങ്ങൾ പഠിപ്പിക്കപ്പെടും. നുണയനും നുണയന്റെ പിതാവുമായവൻ ലോകത്തെ നുണ കൊണ്ട് നിറയ്ക്കും. ക്രൈസ്തവ രാജ്യങ്ങളെന്ന് അഭിമാനിച്ചിരുന്ന രാജ്യങ്ങൾ മിക്കവാറും സാത്താന്റെ അധീനതയിൽ ഉൾപ്പെടുത്താൻ തക്കവിധം ഒരുങ്ങിക്കഴിഞ്ഞു. ആത്മീയതയുടെ ആവശ്യമില്ലെന്നും തികച്ചും ഭൗതിക സന്തോഷം മാത്രം ആവശ്യമുള്ളൂ എന്നും മനുഷ്യൻ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞു. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് തിരിച്ചറിയാൻ വൈകിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ടു കഴിഞ്ഞു. നിനവെ നിവാസികൾ ദൈവകോപം ശമിപ്പിക്കുവാനെടുത്ത തീരുമാനം ഇനിയെങ്കിലും ലോകം തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ വചനം സ്വർഗീയമാകുമ്പോൾ ഭൂമിയിൽ മനുഷ്യർ സ്നേഹിതരാകുന്നു. ദൈവമക്കളാകുന്നു അവർ, ഒന്നു ചേരുന്നു. കൂട്ടായ്മയാകുന്നു പാരിലെ കൂട്ടമാകുന്നു. ദൈവത്തിൻ വചനം സ്വർഗീയമാകുമ്പോൾ ഭൂമിയിൽ മനുഷ്യർ സ്നേഹിതരാകുന്നു. ദൈവമക്കളാകുന്നു അവർ, ഒന്നു ചേരുന്നു. കൂട്ടായ്മയാകുന്നു
പാരിലെ കൂട്ടമാകുന്നു. ആദിയുഷസ്സുകളിൽ ദൈവമക്കൾ തൻ വചനസല്ലാപമാലപിക്കുമ്പോൾ, ആദിയുഷസ്സുകളിൽ ദൈവമക്കൾ തൻ വചനസല്ലാപമാലപിക്കുമ്പോൾ, തിരുഹിതമറിഞ്ഞണി ചേരുന്നവർ ആദിമ ക്രൈസ്തവർ തൻ കൂട്ടായ്മയിൽ, തിരുഹിതമറിഞ്ഞണി ചേരുന്നവർ ആദിമ ക്രൈസ്തവർ തൻ കൂട്ടായ്മയിൽ, സ്വർഗത്തിൻ നാഥനാം ദൈവപിതാവേ, സ്വർഗത്തിൻ നാഥനാം ദൈവപിതാവേ, ദൈവത്തിൻ വചനം സ്വർഗീയമാകുമ്പോൾ, ഭൂമിയിൽ മനുഷ്യർ സ്നേഹിതരാകുന്നു. ദൈവമക്കളാകുന്നു അവർ, ഒന്നു ചേരുന്നു, കൂട്ടായ്മയാകുന്നു, പാരിലെ കൂട്ടമാകുന്നു. തിരുസഭയാൽ ദൈവമക്കൾ തൻ യാചനകൾ പൗരോഹിത്യത്താൽ കനിവു നൽകി, തിരുസഭയാൽ ദൈവമക്കൾ തൻ യാചനകൾ പൗരോഹിത്യത്താൽ കനിവു നൽകി, പാപികൾ പ്രാർത്ഥനയ്ക്കുത്തരം നൽകി, അനുതാപികൾക്കവൻ ആശ്വാസമേകി, പാപികൾ പ്രാർത്ഥനയ്ക്കുത്തരം നൽകി, അനുതാപികൾക്കവൻ ആശ്വാസമേകി, സാന്ത്വനം നൽകിയവൻ നിത്യപുരോഹിതൻ, സാന്ത്വനം നൽകിയവൻ നിത്യപുരോഹിതൻ, ദൈവത്തിൻ വചനം സ്വർഗീയമാകുമ്പോൾ, ഭൂമിയിൽ മനുഷ്യർ സ്നേഹിതരാകുന്നു. ദൈവമക്കളാകുന്നു അവർ, ഒന്നു ചേരുന്നു, കൂട്ടായ്മയാകുന്നു, പാരിലെ കൂട്ടമാകുന്നു. ദൈവത്തിൻ വചനം സ്വർഗീയമാകുമ്പോൾ,